Alhamdulillah, wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ ഓതിവെച്ചതും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതും സൂറത്തുൽ ദുഹ ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ സൂറത്തുൽ ശറഹിലേക്ക് പ്രവേശിച്ചു. ആ സൂറത്തുൽ ശറഹിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് സൂറത്തുൽ ശറഹ് ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഈ സൂറത്തുൽ ശറഹ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളുമായിരുന്നു നാം ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന ആയത്തിനെ സംബന്ധിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം ഒന്നിന് പിറകെ അടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നൽകുകയുണ്ടായി. ആ പ്രയാസങ്ങൾ നൽകിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് എളുപ്പങ്ങൾ നൽകുകയുണ്ടായി. ആ എളുപ്പങ്ങൾ നൽകിയതിനെ കുറിച്ചാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷമുള്ള ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന ആയത്തിലൂടെ അല്ലാഹു വിവരിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ലോകത്തിന്റെ തിരുനായകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരുപാട് വഴികൾ തുറന്നു നൽകി. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് ഇനി അല്ലാഹു നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഫഇന്ന മഅൽ ഉസ്രി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു പ്രയാസത്തോടുകൂടെ യുസ്റ, എളുപ്പമുണ്ട്. തീർച്ചയായിട്ടും പ്രയാസത്തോടുകൂടെ എളുപ്പങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും ആ ഒരു ആയത്തിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു കൊണ്ടുവരുന്നു. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായിട്ടും പ്രയാസത്തോടുകൂടെ എളുപ്പങ്ങളുണ്ട് എന്നതാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ട ആയത്താണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് പറയുന്ന ആയത്ത്. എന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്ന ഈ ഭൂമി ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും
അനുഭവിച്ചുകൊണ്ട് അതോടൊപ്പം സന്തോഷവും ഇത് രണ്ടും സമ്മിശ്രമായ ലോകമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. ശാശ്വതമായ സുഖം കൈവരിക്കുന്ന ജീവിതമെന്ന് പറയുന്നത് അത് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള ജീവിതമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രയാസം നൽകും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആ പ്രയാസത്തിന് ശേഷം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഉണ്ടാവും. അള്ളാഹുവിന്റെ ഒരു എളുപ്പം നിങ്ങൾക്ക്, പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ പ്രയാസത്തിന് ശേഷം അള്ളാഹുവിന്റെ ഒരു എളുപ്പം ഉണ്ടാകും എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ പ്രയാസങ്ങൾ? വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം മുതഹമ്മിലൻ അദൻ കതീറ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പ്രയാസങ്ങൾ വഹിച്ചവരാണ്, കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തവരായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ചെറുപ്പം മുതൽക്ക് തന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, മിനൽ യുത്മി, അള്ളാഹുവിന്റെ പ്രവാചകർ യതീമാകിട്ട് പിറന്നവരായിരുന്നു. അതുപോലെ തന്നെ വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ ജീവിച്ചവരായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത രീതിയിൽ ലോകത്തിന്റെ തിരുനായകരും അവിടുത്തെ പ്രിയപ്പെട്ട പാവപ്പെട്ട സ്വഹാബത്തും അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും നമ്മൾ ചരിത്രത്തിൽ നിന്നും വായിക്കുന്നവരാണ്. ശുഐബ് അബൂ താലിബിന്റെ മലഞ്ചെരുവുകളിൽ ലോകത്തിന്റെ തിരുനായകരെയും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിനും മക്കയിലെ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള ആളുകൾ ലോകത്തിന്റെ തിരുനായകർക്ക് മുമ്പിൽ ഉപരോധം ഏർപ്പെടുത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുടെ അനുയായികളുമായി ഒരു നിലക്കുള്ള ഇടപാടുകളും ഒരു നിലക്കുമുള്ളതായ കച്ചവട കാര്യങ്ങളിലും ഏർപ്പെടാൻ പാടുള്ളതല്ല, ഭക്ഷണ ധാന്യങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല. ആ സമയത്ത് ലോകത്തിന്റെ തിരുനായകരും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തും 3 വർഷക്കാലം ആ ഉപരോധത്തിൽ കഴിഞ്ഞിരുന്ന സമയത്തും ആ മലഞ്ചെരുവുകളിൽ കിട്ടുന്ന പച്ചിലകളും ഉണക്കക്കായകളും ഭക്ഷിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, ഇത്രമേൽ പ്രയാസം ലോകത്തിന്റെ തിരുനായകരും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തും നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വത്തക്ദീബ്, അള്ളാഹുവിന്റെ പ്രവാചകർ പ്രബോധനത്തിന്റെ വീതികളിലൂടെ കടന്നു പോയപ്പോൾ എത്രയെത്ര അപവാദങ്ങളാണ് ലോകത്തിന്റെ തിരുനായകർ നേരിട്ടിട്ടുള്ളത്. കാദിബാണ്, നീ പറയുന്നത് പച്ചക്കള്ളമാണ്, എവിടുന്നെയോ നീ കളവുകൾ, ആരുടെയൊക്കെ കെട്ടുകഥകൾ കൊണ്ടുവന്ന് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ തിരുനായകരെയും അവിടുന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. വൽ-ഇഖ്റാജ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വന്തം ജനിച്ച് വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് ലോകത്തിന്റെ തിരുനായകരെ അവർ പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൽ-ഖിതാൽ, ധാരാളം യുദ്ധങ്ങൾ ലോകത്തിന്റെ തിരുനായകർക്ക് കൊടുമ്പിരി കൊള്ളുന്ന, ബദറിനെ പോലെ, ഉഹദിനെ പോലെയുള്ള, ഖന്ദഖ്, ഹുനൈൻ പോലെയുള്ള കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധങ്ങൾ ലോകത്തിന്റെ തിരുനായകർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ലോകത്തിന്റെ തിരുനായകരെ തീർച്ചയായിട്ടും പ്രയാസത്തിന് ശേഷം, ഐ ബഅദ ശിദ്ദത്തി, പ്രയാസത്തിന് ശേഷം, യുസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പങ്ങൾ നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഉസ്ർ എന്നുള്ളതിനെ അലിഫ് ലാം നൽകിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. ഏതോ ഒരു പ്രയാസം, ആ ഒരു പ്രയാസത്തോടുകൂടെ, ആ ഒരു പ്രയാസത്തിന് ശേഷം യുസ്ര എന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നക്കിറയാക്കി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് എളുപ്പങ്ങൾ, ഒന്നിലധികം എളുപ്പങ്ങൾ ഉണ്ടാവുന്നതാണ് എന്നതാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്, ഇതിന്റെ ആശയം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രയാസങ്ങൾ, ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്ക് എങ്ങനെയാണ് നമുക്ക് ടെൻഷൻ അടിച്ച് എന്റെ ജീവിതം ഇവിടെ തകർന്നിരിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ചെയ്തു പോകരുത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ നിരാശരായി അക്ഷമരായി പോകുന്ന ഒരു അവസ്ഥ നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിന്റെ തിരുനായകരുടെയും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തെ അനുഭവിച്ച, അവർ നേരിട്ടതായ പ്രയാസങ്ങൾ അല്ലാഹു എണ്ണി 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 നമുക്ക് പറഞ്ഞു തരികയാണ്. സൂറത്തുൽ വഹയിലും നമ്മൾ അത് പറഞ്ഞു. എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലെയുള്ള സൂറത്തു ശറഹിന്റെ ആദ്യം ആയത്ത് മുതൽ നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബിന് ആ ഒരു പ്രയാസങ്ങൾക്ക് ശേഷം അള്ളാഹു ഹൃദയം വിശാലമാക്കി കൊടുത്തു. അതുപോലെ തന്നെ മുത്തുനബിയുടെ മുതുകിനെ ഒടിച്ചു കളയുമാറും പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുതുകിലുണ്ടായിരുന്നു. അതെല്ലാം അള്ളാഹു നീക്കിക്കൊടുത്തു. അതുപോലെ തന്നെ ലോകത്തിന്റെ തിരുനായകരുടെ സ്മരണയെ പേരിന് അള്ളാഹു ലോകത്താകമാനം അള്ളാഹു ഉയർത്തിക്കേൽപ്പിച്ചു. ഇതൊക്കെ മുത്തുനബിയും സഹാബത്തും നേരിട്ട ആ ഒരു പ്രയാസത്തിന് ശേഷം അള്ളാഹു കൊടുത്തതായ എളുപ്പങ്ങളായിരുന്നു, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ മാർഗങ്ങളായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. വർത്തമാന കാലഘട്ടത്തിൽ ഈ ആയത്ത് നമ്മൾ ഓരോരുത്തരും കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. സൂറത്തു ശറഹ് നമ്മൾ ഓതുന്ന സമയത്ത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് ഓതുമ്പോ ഈ ആശയം നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരണം. പ്രിയമുള്ള ഉമ്മമാരെ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, ഇങ്ങനെ ഇതിന്റെ അർത്ഥം, ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓതുമ്പോ എങ്ങനെയാണ് ഒരു മുസ്ലിമിന്, അള്ളാഹുവിന്റെ ആഖിറത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ പിന്നെ ടെൻഷൻ അടിച്ചുകൊണ്ട് അക്ഷമരായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്നതാണ് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന് ശേഷം, തീർച്ചയായിട്ടും പ്രയാസത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും ഒരു എളുപ്പം, അതിൽ നിന്നും ഒരു മുക്തത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ അത് നമ്മൾ മനസ്സിൽ കുറിച്ചിടും. ആ പ്രയാസം നേരിട്ട സമയവും സന്ദർഭവും നമ്മുടെ മനസ്സിലുണ്ടാകും. അത് നമ്മൾ മറന്നു കളയൂല. അതിനുശേഷം നമുക്ക് കിട്ടിയതായ എളുപ്പങ്ങൾ, അതിനുശേഷം നമുക്ക് അല്ലാഹു തന്നതായ സന്തോഷത്തിന്റെ വഴികൾ, ഇതൊക്കെ നമ്മൾ മറന്നു കളഞ്ഞിട്ടുണ്ടാവും. ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞ, ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിച്ച ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ഒരു പ്രയാസത്തിന് ശേഷം അല്ലാഹു എനിക്ക് എളുപ്പം നൽകുന്നതാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. അതിന്റെ മകുടോദാഹരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ ആയത്ത് കൊണ്ട് നമുക്ക് സൂചിപ്പിച്ച്, ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ, ആ സമയത്ത് ഒരു മുഴം കയറിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചു കളയാൻ പാടില്ല. എത്രയെത്ര ആളുകൾ ദിവസേന ആത്മഹത്യയുടെ വഴികൾ സ്വീകരിക്കുന്നു. എന്തേ? ജീവിതത്തിൽ സഹിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറം പ്രയാസം വന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ പ്രയാസത്തിന് ശേഷം അള്ളാഹുവിന്റെ ഒരു എളുപ്പ മാർഗം, ഒരു എളുപ്പ വഴി അള്ളാഹു കാണിച്ചു തരും എന്നുള്ളത് അവർ വിസ്മരിച്ചു പോകുന്നു, അവർ മറന്നു പോകുന്നു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്കൊരു പ്രതീക്ഷയുണ്ടാവണം, ഈ പ്രയാസത്തിന് ശേഷം അള്ളാഹുവിന്റെ ഒരു എളുപ്പമുണ്ട് എന്നുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇനി അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്തു ശറഹിന്റെ അവസാന ആയത്തും കൂടെ ചർച്ച ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫറബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സൂറത്തു ശറഹിന്റെ ഈ രണ്ടായത്തും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഫഇദാ ഫറഗ്ത ഫൻസബ്, ലോകത്തിന്റെ തിരുനായകരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഇദാ ഫറഗ്ത, നീ വിരമിച്ചാൽ, അപ്പോൾ നീ വിരമിച്ചു കഴിഞ്ഞാൽ, ഫൻസബ്, നീ പരിശ്രമിക്കുന്നവനാവണം. അപ്പോൾ എവിടെ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, എന്ത് അവസാനിച്ചു കഴിഞ്ഞാൽ നീ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, ഫഇദാ ഫറഗ്ത മിൻ സ്വലാത്തിക, നീ നിന്റെ നിസ്കാരത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ, ഫൻസബ് ഇജ്തഹിദ് ഫീ ദുആഇക, ഫീ ദുആഇ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിന്റെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നീ ദുആ ചെയ്യണം. അല്ലാഹുവിനോട് നീ നിന്റെ ജീവിതത്തിൽ നിനക്കുള്ളതായ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ നീ ഇറക്കി വെക്കുക, അല്ലാഹുവിന്റെ മുമ്പിൽ നീ ചോദിച്ചു കൊള്ളുക എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരിക്കണം. അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചോദിക്കുന്നവരായിരിക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ലോകത്തിന്റെ തിരുനായകരോട് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതെന്തും അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നവരായിരിക്കണം എന്നതാണ് ഫഇദാ ഫറഗ്ത ഫൻസബ് എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമമാർ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ ദുആ എന്ന് പറയുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു പതിവ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം ഫൻസബ് എന്നാണ് അല്ലാഹു പറഞ്ഞത്, നീ പരിശ്രമിക്കണം. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നീ പരിശ്രമിക്കുന്നവനാവണം. അപ്പോൾ റെസ്റ്റൊന്നും വേണ്ടേ എന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറയുന്നത്, ഈ ജീവിതത്തിൽ അവൻ അല്ലാഹുവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനും അല്ലാഹുവിന് വേണ്ടി പരിശ്രമിക്കുന്നവനും ആവൽ നിർബന്ധമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയങ്ങളെ വെറുതെ നശിപ്പിക്കുന്നവരാവാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടല്ലോ, അധികം ആളുകളും നഷ്ടബോധത്തോടുകൂടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ആരോഗ്യ സമയവും അതുപോലെ തന്നെ അവരുടെ ഒഴിവ് സമയവും. ആരോഗ്യ സമയത്ത് അവർ അല്ലാഹുവിന് എതിര് ചെയ്യും. അവരുടെ അവയവങ്ങൾ കൊണ്ട് അവർക്ക് വേണ്ടതെന്തും ചെയ്യാൻ കഴിയുന്ന സമയമാണ് ആരോഗ്യ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് അവർ
അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നവരാകും. പിന്നീട് അവർ നഷ്ടബോധത്തോടുകൂടി അവരുടെ ആരോഗ്യ സമയത്തെക്കുറിച്ച് അവർ ചിന്തിക്കും. അതുപോലെ തന്നെ ഒഴിവ് സമയം, ആ ഒഴിവ് സമയത്തെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനനുസരിച്ചല്ലാതെ അവർ ചിലവഴിക്കും. പിന്നീട് അവർ നഷ്ടബോധത്തോടുകൂടെ ഞാൻ അന്നിങ്ങനെ നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്ന രീതിയിൽ അവർ പിന്നീട് നഷ്ടബോധത്തോടുകൂടെ ചിന്തിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നവരായിരിക്കണം ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അടുത്ത പ്രവർത്തനത്തിൽ നിരതരായിരിക്കണം. അത് ദുനിയാവിന്റെ പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ആഖിറത്തിന്റെ പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നി അക്റഹു അൻ അറാ അഹദക്കും, നിങ്ങളിൽ നിന്നും ഒരുത്തനെ ഞാൻ കാണുന്നത് വല്ലാതെ എനിക്ക് വെറുപ്പാണ് അത്തരക്കാരായ ആളുകൾ. എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ? എന്താണ്? ഫാരിഗൻ ലാ ഫി അമലി ദുനിയ വലാ ഫി അമലിൽ ആഖിറ, ദുനിയാവിന്റെ പ്രവർത്തനവുമായിട്ട് അവൻ പ്രവർത്തിക്കുന്നില്ല, ആഖിറത്തിന്റെ പ്രവർത്തനവുമായിട്ട് അവൻ എന്താകുന്നില്ല, മുഴുകുന്നില്ല. ദുനിയാവില്ല ആഖിറമില്ല എന്ന് പറയുന്ന രീതിയിൽ അവൻ വെറുതെ അവന്റെ സമയത്ത് അവൻ നശിപ്പിച്ചു കളയുന്നു. വെറുതെ ഇരിക്കുന്ന സമയത്ത് അവന്റെ നാക്കുകൾ കൊണ്ട് ആ സമയത്ത് അല്ലാഹുവിന്റെ ഓരോ ദിക്റുകൾ ഉച്ചരിക്കുവാൻ അവന് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ അവന്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ജോലികൾ, ദുനിയാവിന് വേണ്ടിയിട്ടുള്ളതായ എന്തെങ്കിലും ജോലികൾ ചെയ്ത് സമ്പാദിക്കുവാൻ അതും അവൻ ചെയ്യുന്നില്ല. ദുനിയാവിൻ അവൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുമില്ല. ആഖിറത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെട്ട ഇബാദത്തുകൾ ചെയ്ത് അവൻ അതിൽ നിരതനാവുന്നുമില്ല. രണ്ടും ചെയ്യാതെ വെറുതെ അവന്റെ ജീവിതം സമയം അവൻ ഉറങ്ങിത്തീർക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ വല്ലാതെ വെറുക്കുന്നു എന്ന്, ഇത്തരക്കാരായ ആളുകളെ ഞാൻ വല്ലാതെ, എനിക്കവരെ കാണുന്നത് തന്നെ വെറുപ്പാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഈ ആയത്ത് നമ്മളോട് പറയുന്നത്, ഫഇദാ ഫറഗ്ത, നീ വിരമിച്ചു കഴിഞ്ഞാൽ, നിന്റെ നിസ്കാരത്തിൽ നിന്ന് നീ വിരമിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ ആയത്തിന് മറ്റൊരർത്ഥവുമുണ്ട്, നീ ദുന്യാവിന്റെ കാര്യങ്ങളിൽപ്പെട്ട് നിന്റെ ജോലിയിൽ നിന്ന് നീ വിരമിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുക? ഇജ്തഹിദ്, നീ അധ്വാനിക്കുക. ഏത് വിഷയത്തിൽ നീ അധ്വാനിക്കണം? ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നീ അധ്വാനിക്കണം. അതല്ലെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയെ, നിങ്ങൾ യുദ്ധത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ആരാധന ചെയ്യുന്നതിൽ, ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ പരിശ്രമിക്കുക. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും ഈ ആയത്തിന് ഇമാമുമാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫഇദാ ഫറഗ്ത ഫൻസബ് എന്ന ആയത്ത് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ ഓവർ ടൈം നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹകൾ, സദഖകൾ, ഇങ്ങനെ തുടങ്ങി നന്മയുടെ കാര്യങ്ങളിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിക്കുന്നവരായിരിക്കണം എന്നതാണ് ഫൻസബ് ഇജ്തഹിദ്, നീ പരിശ്രമിക്കുക എന്ന ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതം വെറുതെ നശിപ്പിച്ചു കളയാനുള്ളതല്ല. ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ഏതാണ് ആ ലക്ഷ്യം? ഈ ദുന്യാവിന്റെ ജീവിതമല്ല നമ്മുടെ ലക്ഷ്യം. വരാനിരിക്കുന്ന ആഖിറം എന്ന് പറയുന്ന ലോകമാണ്. ആ ആഖിറം എന്ന് പറയുന്ന ലോകത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് നേടിയാൽ മാത്രമേ നമുക്ക് ആ ആഖിറ ലോകത്ത് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ കഠിനാധ്വാനം ചെയ്ത് നീ പരിശ്രമിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നും നീ കഴിയുന്ന രീതിയിൽ
നീ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടിയിട്ട് വേണം നാളെ അള്ളാഹുവിന്റെ ആഖിറത്തിലേക്ക് കടന്നു പോവാൻ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഇദാ ഫറഗ്ത ഫൻസബ് എന്ന ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, വ ഇലാ റബ്ബിക ഫർഗബ്, വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് മാത്രം, ഫർഗബ്, നീ ആഗ്രഹം സമർപ്പിക്കുന്നവൻ ആവുകയും ചെയ്യുക. അപ്പോൾ നിന്റെ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാനിലേക്ക് മാത്രം നീ ആരാധനകൾ നിന്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുന്നവനാവുക. നിന്റെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹങ്ങൾ നീ സമർപ്പിക്കുന്നവൻ ആവുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്നവർ ആയിരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിധത്തിലുള്ളതായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് ആ കാലഘട്ടത്തിൽ, മക്ക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ ആളുകൾ ഒരുപാട് ബിംബങ്ങളെ കൊണ്ടുവന്ന് ആ ബിംബങ്ങൾക്ക് മുമ്പിൽ അവരുടെ ആഗ്രഹങ്ങൾ അവർ സമർപ്പിക്കുകയാണ്. അവരുടെ ഓരോ ആഗ്രഹങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ ആ ബിംബങ്ങൾക്ക് മുമ്പിലായിരുന്നു അവർ അവതരിപ്പിച്ചിരുന്നത്. ആ ബിംബങ്ങൾക്ക് മുമ്പിലായിരുന്നു അവർ എല്ലാം പോയി അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, വ ഇലാ റബ്ബിക ഫർഗബ്, നിന്റെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ സമർപ്പിക്കേണ്ടത്, നീ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അല്ലാഹു അല്ലാത്ത മറ്റു ആരാധ്യനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ മക്കക്കാരോട് തിരുത്തി അല്ലാഹു പറയുന്നു, ഓ, നിങ്ങളുടെ ഓരോ ആരാധനകളും സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണമെന്ന് അല്ലാഹു ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ സമർപ്പിക്കേണ്ടത് സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തു ശറഹ് ഇവിടെ അതിന്റെ വിശദീകരണം, ചെറിയ വിശദീകരണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അടുത്ത സൂറത്തുകളുമാകിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റു സൂറത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതും ഈ കേട്ടതും ഇതെല്ലാം ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവിടേക്ക് ഖബറുകളിലേക്ക് ഇതിന്റെയൊക്കെ മിസ്ല തവാബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി